രാജസ്ഥാൻ റോയൽസ് വിടാൻ സഞ്ജു സാംസൺ ഫ്രാഞ്ചൈസിയോട് അനുമതി ചോദിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ ത്രില്ലടിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ. അടുത്ത സീസണിൽ സഞ്ജു മഞ്ഞക്കുപ്പായത്തിൽ ചെപ്പോക്കിൽ കളിക്കുമെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ CSK ആരാധകർ മനസ്സിലുറപ്പിച്ചിരുന്നു. എന്നാൽ സഞ്ജു സാംസനെ ധോണിയുടെ പിൻഗാമിയായി ചെന്നൈയിലെത്തിക്കുക ഫ്രാഞ്ചൈസിക്ക് അത്ര എളുപ്പമാവില്ല. ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള ട്രേഡ് വിൻഡോ വഴി സഞ്ജുവിനെ സ്വന്തമാക്കാനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ട്രേഡ് വിൻഡോ വഴി സഞ്ജുവിനെ കൈമാറണോ അതോ താരത്തിലേക്ക് സഞ്ജുവിന്റെ പേരെത്തിക്കണോ എന്ന കാര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഇതോടെ സഞ്ജുവിനെ സ്വന്തമാക്കുന്നതിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭീഷണിയും രാജസ്ഥാൻ റോയൽസിന് നേരെ വരുന്നു. KKRഉം സഞ്ജു സാംസനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ രഹാനെയായിരുന്നു കൊൽക്കത്തയെ നയിച്ചത്. അടുത്ത സീസണിൽ കൊൽക്കത്തയ്ക്ക് പുതിയ ക്യാപ്റ്റനെ വേണം. വെങ്കടേഷ് അയ്യരാണ് KKRന്റെ ക്യാപ്റ്റൻ സ്ഥാനം ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ 23.7 കോടി രൂപയ്ക്ക് കഴിഞ്ഞ താരത്തിൽ വെങ്കടേഷിനെ കൊൽക്കത്ത തിരികെ വാങ്ങിയിട്ട് നിരാശയായിരുന്നു ഫലം. പൊന്നും വില കൊടുത്ത് വാങ്ങിയിട്ട് 11 കളികളിൽ നിന്ന് 142 റൺസ് മാത്രമാണ് നേടിയത്. ഇതോടെ വെങ്കടേഷ് അയ്യരെ റിലീസ് ചെയ്ത് സഞ്ജു സാംസനെ സ്വന്തമാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ശ്രമിച്ചേക്കും എന്ന വിലയിരുത്തലുകൾ വന്നിരുന്നു. ഇന്ത്യൻ മുൻ താരം ആകാശ് ചോപ്രയും പറയുന്നത് അതുതന്നെയാണ്. 2012 സഞ്ജു KKRന്റെ ഭാഗമായിരുന്നു. എന്നാൽ കൊൽക്കത്തയ്ക്കായി ഒരു മത്സരം പോലും കളിക്കാനായിട്ടില്ല. സഞ്ജുവിന് CSKയിലേക്ക് പോകാനാണ് താല്പര്യമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ മേജർ ലീഗ് ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരിശീലകൻ ഫ്ലെമിംഗും CSK മാനേജറുമായി സഞ്ജു സംസാരിച്ചതായിട്ടാണ് വിവരം. 2027 വരെയാണ് സഞ്ജുവിന് രാജസ്ഥാനുമായി കരാറുള്ളത്. സഞ്ജുവിനെ റിലീസ് ചെയ്യുന്നില്ല എന്ന് ഫ്രാഞ്ചൈസി തീരുമാനിച്ചാൽ പിന്നെ സഞ്ജുവിനൊന്നും ചെയ്യാനാകില്ല. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.